ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ, ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നത ശ്രേഷ്ഠമാകട്ടെ. നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലുള്ളവർക്ക് ദൈവത്തിൻ്റെ മക്കളല്ലേ, ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ സ്വഭാവമാകട്ടെ. അപ്പോൾ ആ യേശു ക്രിസ്തു എന്നുള്ളത് ഒരു യേശു എന്ന് പറയുന്നത് വചനമാട്ടോ, അല്ലാണ്ട് ആ ഡാവിഞ്ചി വരച്ച പടമൊന്നുമല്ല. യേശുവിൻ്റെ ആ വചനം നമ്മളെ ശുദ്ധീകരിച്ച് ആ ദിവ്യ സ്വഭാവത്തിൻ്റെ ഉടമയാക്കട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഇത് നോക്കിക്കേ. ആംഗ്ലസിൻ്റെ അതിമനോഹരമായ 3.5 ഗ്രാം മുതലുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ ബോസ്റ്റെയിലായത് കാരണം ലാസ്റ്റ് ചെയ്തോളൂ. ഇതിൻ്റെ പല ഷേപ്പ് ഉണ്ട് കേട്ടോ. നമുക്കിവിടെ ഒരെണ്ണം എടുത്ത് വെച്ചേ ഉള്ളൂ. ഇത് റോഡിയോയും ഗോൾഡും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ പല ഷേപ്പ് ഉണ്ട്. ഇതൊക്കെ 3.5-4 ഗ്രാം ഉള്ളൂ രണ്ടും കൂടെ. ഇത് കണ്ടോ, പേള് ഇടയ്ക്കിടയ്ക്ക് എന്തെല്ലാം വെറൈറ്റി ആട്ടോ. പണ്ട് പോലീസിൻ്റെ ഒരേ ഒരു ഫാഷനിലാർന്നുള്ളൂ. ഇത് കണ്ടോ, നല്ല രസമല്ലേ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഭയങ്കര രസകരമായിട്ട് ഇതിൻ്റെ ഷേപ്പ് നോക്കിക്കേ. ഇത് കണ്ടോ, റോഡിയോ ഗോൾഡും ഇതിൻ്റെയൊക്കെ ഒത്തിരി സൈസ് ഇരിപ്പുണ്ട്. ബ്ലാക്ക് സ്റ്റോണിൻ്റെ ഇത് കണ്ടോ, ഇത് സൂഫിയുടെ, ഇതിൻ്റെയൊക്കെ റെഡ് തന്നെ പല കളേഴ്സ് അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. എല്ലാം പലതിങ്ങനെ എടുത്തു വെച്ചെന്നുള്ളൂ. ബ്ലാക്ക് ഇത് കണ്ടോ, പല പല വെറൈറ്റി. അപ്പോൾ ഇതൊക്കെ ചെയിനും ഒക്കെ ലാസ്റ്റ് ചെയ്യണ സൈസാട്ടോ. എന്നാലും നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. അവർ ലാസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ സൂക്ഷിച്ചില്ലെങ്കിൽ കൊളുത്തി വലിക്കും അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഉത്തരവാദിത്തമില്ല. എല്ലാ കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിമനോഹരമായ ഒത്തിരി ഇതിപ്പോൾ ഞാനൊരു ബോസിങ് എടുത്തോന്നുള്ളൂ. ഒത്തിരി ഐറ്റം ഇരിപ്പുണ്ട്. പോലീസിൻ്റെ 916ൻ്റെ കൂടാണ്ട് നമുക്ക് 2 സ്കീമുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും സ്കീമിൻ്റെ കാര്യം പറയണം. നമ്മൾ സ്കീമിൽ കൂടിയാലേ സ്വർണം മേടിക്കുകയുള്ളൂ. അതിനെന്ന് വെച്ചാൽ നമുക്കുടെ കയ്യിൽ കാശ് വരുമ്പോൾ നമുക്ക് പല ആവശ്യങ്ങൾ വരും. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കുറേ കാലം സ്വർണം മേടിച്ചുകൊണ്ടിരുന്ന, പിന്നെ പൈസ വന്നാൽ എനിക്ക് ഭയങ്കര ചിലവ്, ഓരോന്നും അങ്ങനെ ഇങ്ങനെ മേടിയിലേ ഇല്ല. പിന്നെ ഒരു കടക്കാരുടെ പിള്ളേരെ ടാർജറ്റ് തയ്ക്കാൻ സ്കീമിൽ ചുക്കൂണമെന്ന് പറഞ്ഞാൽ ബലമായിട്ട് കൂട്ടിയതാണ്. അങ്ങനെയാണ് 1,10,000 മാസം വെച്ചുള്ള ഈ കടമുടക്കണിൻ്റെ മുമ്പ് സ്കീമിൽ ചേർന്ന് ഞാൻ സ്വർണ്ണം മേടിച്ചത്. അതാ ഞാൻ പെട്ടെന്ന് സ്കീം കൂടണമെന്ന് ഓർത്തെ. ശരിക്കും സ്കീം കൂടുമ്പോൾ ഞാൻ ആ സ്വർണ്ണ കടക്കാർക്ക് എനിക്ക് ഓർഡിനറി ഒരു കസ്റ്റമർ തന്നെയല്ലേ ലാഭം. ഇത്രയും ഡിസ്കൗണ്ട് നമ്മൾ ഒരിക്കലും ഒരു കസ്റ്റമറിന് കൊടുക്കൂല. അത്ര ശതമാനം മേക്കിംഗ് ചാർജ് കുറവ്, ഇത് ബോണസ് അങ്ങനെയൊന്നും നമ്മൾ കൊടുക്കൂല. അപ്പോൾ നമുക്ക് സ്കീമിൽ കൂടിയ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. അതുകൂടാണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്വർണം നമ്മൾ മിനിമം മേടിച്ചുകൊണ്ടിരിക്കും എല്ലാ വർഷവും. അപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില കൂടുമ്പോൾ നമുക്ക് വലിയ മാനസിക വിഷമമില്ല. നമ്മൾ ഇച്ചിരി സ്വർണം മേടിച്ചാൽ ഞാൻ ഇപ്പോഴും ഓർക്കണ്ട, എൻ്റെ ഒരു കസിൻ്റെ അവർ സ്വർണം എല്ലാ കുഞ്ഞു മോതിരം മേടിച്ചുകൊണ്ടിരുന്നു. അവരുടെ ആ മോക്കടെ കല്യാണം ആയപ്പോൾ ഒരു വലിയ ചുറ്റുവട്ടം നിറച്ച് കുഞ്ഞു മോതിരങ്ങൾ. അപ്പോൾ ഇത്ര പവൻ ഉണ്ടായിരുന്നു അത്. അപ്പോൾ അതുപോലെ നമ്മൾ ചെറുതായെങ്കിലും മേടിച്ച് വയ്ക്കുമ്പോൾ അത് നമുക്ക് വലിയ അനുഗ്രഹമാണ്. അപ്പോൾ സ്കീമിൽ കൂടിയ സ്വർണ്ണം മേടിയിലല്ലാണ്ട് നടക്കുമല്ലോ. അപ്പോൾ അതിമനോഹരമായ 2 സ്കീമിലെ വിശദ വിവരങ്ങൾക്ക് 9444757564 എൻ്റെ നമ്പർ അല്ലെങ്കിൽ ആ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഓൺലൈൻ ചെയ്യേണ്ട കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്തോ ഒരു സ്വർണ്ണം ഇതെല്ലാം പറഞ്ഞു തരും. ഇപ്പോൾ സ്വർണ്ണത്തിന് വില കുറഞ്ഞിരിക്കും. അപ്പോൾ സ്വർണ്ണം മേടിക്കാൻ പറ്റിയ സമയം കേട്ടോ. വില പെട്ടെന്ന് കയറും. നമുക്ക് ഇപ്പോൾ ഇത്രയും വെറൈറ്റി ഒക്കെ നമുക്ക് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നോ? പോലീസൊക്കെ ഏകദേശം ഒരു പടിയുള്ള 1-2 പാറ്റേൺ അല്ലാണ്ട് എല്ലാം ഇപ്പം എന്തുമാത്രം വെറൈറ്റി അവനെ. അതും ലൈറ്റ് വെയിറ്റ് 2-3-4 ഗ്രാം മതി. മറ്റേ 5 പവൻ്റെ മാല, 2 പവൻ്റെ വള അങ്ങനെയൊക്കെ അല്ലായിരുന്നോ? ഇപ്പം അതേ സമയത്ത് സ്വർണ്ണത്തിന് വില കൂടിയെങ്കിൽ നിസ്സാര വെയിറ്റിൽ അതിമനോഹരമായ ഒത്തിരി ഓർണമെൻറ്റ്സ് കിട്ടും. അപ്പോൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കയറുക. ഇത്തവണ ഒരു ഗിഫ്റ്റ് സ്വർണം കൊണ്ട് കൊടുക്കുക. 2000 മുതലുള്ള ഐറ്റങ്ങൾ കിട്ടും. കുഞ്ഞി കമ്മലുകൾ, മുക്കൂത്തി അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളൊരു സ്വർണ്ണത്തിൻ്റെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർക്കതൊരു വലിയ പോവുകയില്ല. അപ്പോൾ ഇന്നോർത്ത് തുണി എടുക്കരുതെന്നല്ല കേട്ടോ. രേവതി വെഡിങ് കളക്ഷനിൽ എന്നായാലും കാരണം സ്വർണ്ണം എടുക്കണം. രണ്ടും ആകട്ടെ. നെയ്ത്തോടെ സ്വർണ്ണവും തുണിയൊക്കെ നമുക്ക് പ്രസൻ്റായിട്ട് കൊടുക്കാം. നിങ്ങളും എടുക്കും ഓണത്തിന്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വായോ. രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരെയും വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം. എല്ലാവരെയും യേശുബ്രാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.